ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൂൾബറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളി ഒരു കിടിലൻ നെത്തോളി റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്നുകൂടി ചൂടായി വരട്ടെ. അതിലേക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തത് കേട്ടോ. നമ്മുടെ സവാള ഒക്കെ നല്ലോണ്ട് വഴണ്ട് ഗോൾഡൻ കളറായി വരണം കേട്ടോ. ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെലയും കൂടി ചേർത്തിട്ട് നല്ല ഒന്നുകൊണ്ട് വഴറ്റി കൊടുക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത്. അതിലേക്ക് ഒരു തക്കാളി ചേർത്തെടുക്കുന്നു കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് കേട്ടോ അത്. തക്കാളിയും കൂടിയും ചേർത്തിട്ട് നല്ല ഒന്നുകൊണ്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് രൂപത്തിലാവണം കേട്ടോ. ഈ സ്റ്റേജ് വരുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം കൂടെ നല്ല ഒന്നുകൊണ്ട് വഴണ്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒന്നുണ്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇനി ആ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ലേശം ഉലുവ, കുറച്ച് വേപ്പിൻ്റെ ഇലയും ഉലുവൊക്കെ നല്ല പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കണത് നമ്മൾ അരച്ച പേസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ വഴറ്റിയിട്ട് അരച്ച സവാളയും തക്കാളിയും കൂടി ചേർന്ന് പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലൊന്നൊരു വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ആയിട്ട് ചേർത്തെടുക്കുന്നത്. എല്ലാം കൂടി നല്ല ഒന്നിന് മിക്സ് ചെയ്തിട്ട് പച്ചമണം പോണ വരെ വഴറ്റി കൊടുക്കുന്നത്. എണ്ണയ്ക്ക് എന്നിട്ട് തെളിഞ്ഞ് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒന്നുണ്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞു പോകും. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ഒന്നുണ്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പമുള്ള പുളിയും കൂടി പിഴിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക. പുളി ചേർക്കുമ്പോഴാട്ടോ നമ്മുടെ റോസ്റ്റ് ഒന്നുകൊണ്ട് ടേസ്റ്റ് മുന്നിലേക്ക് നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പുളി ചേർത്തെടുക്കുന്നത്. പിന്നെ മീൻകറി ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം പുളി ചേർക്കണം കേട്ടോ. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ആവശ്യത്തിലുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. നല്ല മസാലയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നെത്തോലിയും കൂടി ചേർത്തെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കിലോ നെത്തോലി ആയിട്ട് എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് ചേർത്തിട്ട് നല്ല ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മിക്സ് ചെയ്ത് ഇളക്കണ്ട കേട്ടോ. അത് പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ നെത്തോലിയൊക്കെ നല്ല വെന്ത് മസാലയൊക്കെ നെത്തോലിയുമ്പോൾ പിടിച്ച് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിൽ മീതെ ലേശം കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് ഇറക്കാവുന്നതാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കഴിക്കാത്ത കുട്ടികളടക്കം ഈ കറി കഴിക്കട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ഇതുണ്ട് കുഴച്ച് കഴിച്ചാണല്ലോ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.